الحمد لله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ربنا زدنا علما. അൽഹംദുലില്ലാ സഹോദരിമാരെ, നമ്മളുടെ ലാസ്റ്റത്തെ സെഷനിലേക്കാണ് എല്ലാവരും പ്രവേശിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, നമ്മൾ പുണ്യമാസങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പിനെ, അല്ലെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാൻ നമുക്ക് അതുപോലെ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാ ന്യൂനതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അക്കാഡമിയിലത്തെ സ്റ്റുഡൻസ് മാത്രമല്ല, പുറത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസ് എൽമ് തേടിയിട്ടല്ലേ, എൽമ് തേടി വന്ന് അവരിപ്പോഴും സമയം പഠിക്കാൻ വേണ്ടി കണ്ടെത്തുന്നു എന്നുള്ളത് അള്ളാഹു ഓരോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യം അല്ലേ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ എന്താണ്, ഖുർആൻ പഠിക്കണം, അള്ളാഹുവിന്റെ കലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കണം, പ്രാവർത്തികമാക്കണം എന്നൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കണം അല്ലെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ ഈ ഒരു ഹലാവ, അതിന്റെ ഒരു മാധുര്യം നിങ്ങൾ നുകർന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ഉൾപ്പെടുന്ന എല്ലാ സിസ്റ്റേഴ്സിനോടും, നിങ്ങളുടെ കുടുംബക്കാരോടും, നിങ്ങളുടെ കുഞ്ഞു മക്കളോടും, ഫാമിലി മെമ്പേഴ്സ് മറ്റുള്ളവരോടൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഷെയർ ചെയ്യണം. അത്രയും ഹലാവയാണ് ഇതിന്റെ. ഖുർആനിന്റെ ടേസ്റ്റ് നിങ്ങൾ അറിയണം. ഖുർആൻ എന്താണ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് അൽഹംദുലില്ലാ, നമ്മള് എന്തിലേക്ക് എത്തും? വിജയത്തിലേക്ക് എത്തും അല്ലെ. എന്നാലും സ്വർഗവും സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ അറിയാം ഓരോ ആൾക്കാരും എത്രത്തോളം നന്നാവേണ്ടതുണ്ടല്ലേ. വിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഒരു മജ്ലിസിലേക്ക് വന്നു. പക്ഷെ അതിൽ പല ആൾക്കാരും കൊഴിഞ്ഞു പോയി അല്ലെ. ഒരുപാട് ആൾക്കാർ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ 600ന്റെ മുകളിൽ ആൾക്കാരാണ് നമുക്ക് ഈ ഹലക്കകളിലേക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 600 മുകളിൽ, 700ന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോ ഹലക്കയിൽ നിന്നും ഒരുപാട് സിസ്റ്റേഴ്സ് എന്തായി പോയി, കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പല പ്രയാസങ്ങൾ കാരണം അവർക്ക് കഴിയാതെ പോയതൊക്കെ. പക്ഷെ നമ്മളുടെ ഒരു ചിന്ത ഉണ്ട്, നമുക്ക് കഴിയാത്തതെല്ലാം നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തും അല്ലെ. നമുക്ക് കഴിയാത്തത് എല്ലാതും നമ്മൾക്ക് അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ റോഹിന്, നമ്മുടെ അള്ളാഹുവിന്റെ ആഖിറവുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ റൂഹ് അല്ലെ. അപ്പൊ അതിലേക്കുള്ള വിഭവങ്ങൾ, അതിലേക്കുള്ള എന്താ പറയാ, കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമലുകളാണ് അതിലേക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ചില ആൾക്കാർ അവരുടെ ദേഹേച്ഛകൾക്ക് വേണ്ടിയിട്ട്, ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി, നമ്മുടെ ശരീരം അല്ലെ, ആ ശരീരത്തിന്റെ സുഖത്തിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം അലസതയും മറ്റുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് സ്വയം എന്ന് ധരിച്ച് എന്ത് ചെയ്യും, ഇതിൽ നിന്നും മാറി നിൽക്കും. അതിന്റെ വഴിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ അതാണ്, അലസത എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ്. അപ്പോ നമ്മൾക്കത് ഉണ്ടെങ്കിൽ അതാണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാനായിട്ട് ഒരിക്കലും ഈ ദുനിയാവിലെ പല ഘടകങ്ങളും അതെന്താണ് പിടിച്ചു വെക്കുന്നത്, ദുന്നവിയായിട്ടുള്ള പല കാരണങ്ങളും അതിനെ പിടിച്ചു വെച്ചേക്കാം. പക്ഷെ നമ്മളെ ദേഹേച്ഛകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് നമ്മൾ അതിൽ വീഴുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉഖ്റവി ആയിട്ടുള്ള കാര്യങ്ങൾ, ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലും അവിടെ നിന്ന് റിവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും നീയത്ത് പുതുക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് അള്ളാഹു മതിയായവനാണ് അല്ലെ. അപ്പൊ നമ്മള് പല കാര്യങ്ങളും ഇവിടെ വീഴ്ച വരുത്തുമ്പോ, അള്ളാഹുവിലേക്കുള്ള പല കാര്യങ്ങളും ഇവിടെ വീഴ്ച വരുത്തുകയാണ്. സ്വയം നമ്മള് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യണ കുറെ അമാനത്തുകൾ, അള്ളാഹുമായിട്ട് നേരിട്ട അമാനത്തുകൾ അല്ലെ. മനുഷ്യന്മാരും അള്ളാഹുമായിട്ട് നേരിട്ടുള്ള അവന്റെ അടിമയും, അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള അമാനത്തുകള്, മനുഷ്യന്മാരും തമ്മിലുള്ള അമാനത്തുകൾ, എവിടൊക്കെയാണോ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ളത് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യും.
വ്യക്തികളുമായിട്ടുള്ള അമാനത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലെ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അതൊക്കെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാതെ, അത് തീർപ്പ് കൽപ്പിക്കാതെ ഒരിക്കലും എന്തില്ല, ഏറ്റവും ശുദ്ധിയുള്ളവർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് അതൊന്നും തീർപ്പ് കൽപ്പിക്കാതെ കടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും പലർക്കും ഇപ്പോഴും എന്തല്ല ഉള്ളിലേക്ക് അല്ലെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല പല ഇബാദത്തുകളെയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള നോമ്പിനായിക്കോട്ടെ, മറ്റുള്ള കർമ്മങ്ങളല്ലേ, അള്ളാഹുമായിട്ട് അടുക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. നമസ്കാരത്തിലേക്ക്, അടുത്ത നമസ്കാരത്തിന്റെ സമയമാവുമ്പോഴേക്കും ആസ്വദിച്ചിട്ട് നിൽക്കുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ എല്ലാവരും. അതായത് അടുത്ത നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, അത് ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എത്ര പേരുണ്ട് ളുഹർ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അസർ നമസ്കാരം വരേക്കും നമുക്ക് സന്തോഷം ഉണ്ടാവും. അതായത് ആ നമസ്കാരത്തിന്റെ സമയമായിട്ട് വേണം എനിക്ക് വേഗം നമസ്കരിക്കാൻ. അങ്ങനെയുള്ള ഒരു ആസ്വാദകരമായിട്ടുള്ള ഇബാദത്തുകളാണ് നമ്മൾ ഓരോ ആൾക്കാരും എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ദുനിയാവിൽ നമുക്ക് ജീവിക്കുന്നത് ലക്ഷ്യം തന്നെ എന്തായിരിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദുനിയാവില് ജീവിക്കുക എന്നുള്ളൊരിത്. അല്ല ദുന്യവി ആയിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തും കൊണ്ട് എന്റെ ജീവിതം, അത് നമ്മുടെ നീയത്തിന് ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ദുനിയാവിൽ ജീവിക്കുന്നു എന്നതും, ദുന്യവി ആയിട്ടുള്ള എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്കിവിടെ വീട് വെക്കണം, എന്റെ കാര്യങ്ങൾ കുറേ ഉണ്ട്, കുട്ടികളെ നോക്കണം, എല്ലാത്തിലും അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ആ ഇബാദത്തായി മാറുന്നത്. എന്നാൽ ദുനിയാവിന്റെ മാത്രം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ദുനിയാവിൽ മാത്രം കിട്ടുന്ന വിഭാഗം മാറി അല്ലേ. അതിന്റെ ഗുണങ്ങളൊന്നുമില്ല. നമുക്ക് ഇബാദത്ത് എന്നൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ എല്ലാ സിസ്റ്റേഴ്സും അള്ളാഹുവിനോട് നന്നായിട്ട് ദുആ ചെയ്യുക. അള്ളാഹുവെ ശരിയായ ഹിദായത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മരണമടഞ്ഞു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഹിസാബിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. ഖബറിൽ കിടക്കുന്ന എല്ലാവരുടെയും അല്ലെ, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹിസാബിന്റെ ആ കനം നമുക്കറിയാലോ, എങ്ങനെയൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാളെ വിചാരണക്ക് നിർത്തുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ഇന്ന് പോകുന്ന ആ വഴികളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാൻ പറ്റും. നമ്മളെ അറിവില്ലാത്തതുകൊണ്ടാണ് ഓരോ ഫിത്തനകളും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. പലര് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾക്ക് പല സ്ഥലത്തും ഡൗട്ടൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മളെ അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോ നമുക്കതിനു വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇനിയും ഇന്നൊരു ദിവസമുണ്ട്, ഇന്ന് നമ്മൾ ജീവിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അടുത്ത നിമിഷത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ ആസ്വദിച്ചു കൊണ്ട് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അപ്പോ എല്ലാ സിസ്റ്റേഴ്സും നമ്മുടെ ഈ ഒരു നമ്മുടെ തിലാവ ചെയ്യുന്ന തിലാവ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക സൂറത്തു ത്വലാഖ് അല്ലേ. അപ്പോ അൽഹംദുലില്ലാ എല്ലാവരും ഇത് നല്ല വൃത്തിയായിട്ട് ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ. നിങ്ങള് അടുത്ത അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗം എടുക്കാം. എന്നിട്ട് കുറച്ച് ഭാഗങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിഞ്ഞ ദിവസം മാലിമ 9th ആയി വരെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മള് കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ അല്ലെ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് പിന്നീട് മാലിമ വന്നപ്പോ 4ാമത്തെ ആയത്ത് മുതലായിട്ടായിരുന്നു മാലിമ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 3ാമത്തെ ആയത്തും കൂടെ അവിടെ മിസ്സായി പോയിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് അതും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറയാട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാമത്തെ ആയത്ത് മുതലാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫോക്കസ് ചെയ്ത് നമുക്കിങ്ങനെ റീഡ് ചെയ്ത് പോവാം. മാത്രമല്ല ചില അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുന്ന സമയങ്ങളിൽ ആ അക്ഷരങ്ങള് എത്രത്തോളം, അതായത് ഷിദ്ദ തവസ്സുത്ത് റഹാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇപ്പോ നമ്മള് പല സിഫാത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ അക്ഷരത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്വഭാവങ്ങൾ ഒത്തിണങ്ങിയിട്ടാണ് ഒരു അക്ഷരമായിട്ട് മാറുന്നത്. അതറിയാലോ. അപ്പൊ നമ്മൾ ഇന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സ്വഭാവമില്ലേ അല്ലെ. ഒരുപാട് സ്വഭാവമുണ്ട്. ചില ആൾക്കാർ പെട്ടെന്ന് കരയും, ചില ആൾക്കാര് എന്തെങ്കിലും ചെറിയ കാര്യം കേൾക്കുമ്പോഴേക്കും ചിരിക്കും അല്ലെ. ചില ആൾക്കാര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്ന് വെച്ചിട്ട് വേറൊരാൾ സ്ട്രോങ് അല്ലാത്ത ആളുണ്ടെന്നാണോ, അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്ത ആള് ഇയാള് മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ളൂ വേറെ ആരും ഇല്ല എന്നാണോ? അല്ല അല്ലെ. ഒരേപോലത്തെ സ്വഭാവമുള്ളവർ ഒത്തിരി പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരാൾക്ക് തന്നെ ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ അക്ഷരത്തെ എടുത്ത് നോക്കുമ്പോൾ ആ അക്ഷരം ഓരോ വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ഓരോ അവരുടേതായിട്ടുള്ള ചില മാനറിസ് ഉണ്ട്. അവരെ കാണുമ്പോൾ തന്നെ അത് ഇന്ന ആളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാ,
മൊത്തത്തിൽ അയാളെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഇയാൾ ഇന്ന ക്യാരക്ടറൊക്കെ കൂടിയിട്ടാണ് അയാൾ ആയിട്ടുള്ളത്. അത് ഇന്ന ആളാ. നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും സാമ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇത് ഇന്ന ആളാണോ എന്ന് നമുക്ക് ചോദിക്കാൻ പോലും പറ്റും. അപ്പൊ സ്വഭാവമാണ് അതിന്റെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് അവരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് അറബി അക്ഷരങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ലെറ്ററിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുടെ സ്വഭാവം പ്രകടമാകുന്നത്, അതായത് ആ ക്യാരക്ടർ എല്ലാതും കൂടെ പുറത്തു വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ആൻസർ. എപ്പോഴായിരിക്കും? സുക്കൂൻ വരുമ്പോഴാണ് ആ ക്യാരക്ടർ മൊത്തം പുറത്തു വരിക അല്ലെ. അപ്പോ പക്ഷെ എന്നിരുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി അക്ഷരങ്ങളിൽ എല്ലാ അക്ഷരങ്ങളും സുക്കൂന് നൽകപ്പെടുമ്പോൾ സുക്കൂൻ നൽകപ്പെടുന്ന സമയത്ത് ഒരേ സമയമല്ല അതിന്റെ മഖ്റജിൽ നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? അതായത് അറബി അക്ഷരം നമ്മളിപ്പോ ഒരു ആയത്ത് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരായത്ത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആയത്തില് സുക്കൂൻ നൽകപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ നമ്മള് ഇപ്പൊ സീനിന് സുക്കൂൻ വന്ന സമയത്ത് നമ്മൾ അതിന്റെ മഖ്റജിനെ നമ്മൾ ഹോൾഡ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു ടൈം അല്ല, ആ മഖ്റജിൽ എത്ര സമയം നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടോ അത്ര ഒരു സമയമായിരിക്കില്ല നമ്മൾ ലാമിന് മഖ്റജ് വരും. ലാം എന്ന അക്ഷരത്തിന് സുക്കൂന് വരുന്ന സമയത്ത് അതിന്റെ മഖ്റജിൽ പിടിക്കുന്ന ടൈം. ഓക്കെ. അപ്പൊ അങ്ങനെ സമയത്തിന്റെ ആ അക്ഷരത്തിന്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ ഒഴുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാവുന്ന സ്വഭാവങ്ങളെയാണ് നമ്മൾ ഷിദ്ദ, തവസുത്ത്, റഖാവ എന്ന് പറയാ. ഷിദ്ദ ഉണ്ട്, തവസുത്ത്, അതുപോലെ റഖാവ. അപ്പൊ ഷിദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരുപാട് ആൾക്കാർ പഠിച്ചതായിരിക്കും. പക്ഷെ ബേസിക് ആയിട്ട് പഠിക്കാത്ത സിസ്റ്റേഴ്സ് നമ്മുടെ ഇടയിൽ ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇൽമെടുത്ത സിസ്റ്റേഴ്സ് അൽഹംദുലില്ലാ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അല്ലാത്ത സിസ്റ്റേഴ്സ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഷിദ്ദയുടെ അക്ഷരങ്ങള് ഒരു ഗ്രൂപ്പ് അക്ഷരങ്ങളുണ്ട്. അതുപോലെ മഖ്റജിലെ ഒഴുക്കിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിട്ട് നമ്മൾ പറയുന്ന അക്ഷരങ്ങളാണ്. അതായത് മഖ്റജിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ മഖ്റജിൽ തട്ടിക്കും, ജസ്റ്റ് ഒന്ന് തട്ടിച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ അടുത്തൊരു സ്വഭാവം അപ്ലൈ ചെയ്യാണ് ഷിദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ കൊടുക്കുന്നത്. അതായത് ഷിദ്ദന്റെ ഒരു അക്ഷരമാണ് ജീം. ഓക്കെ. ഷിദ്ദന്റെ ഒരു അക്ഷരമാണ് ജീം എന്നൊരു അക്ഷരം. ജീം എന്ന അക്ഷരത്തിന് നമ്മൾ സുക്കൂൻ നൽകപ്പെട്ട അവസ്ഥയിൽ കാണുക എന്ന് വിചാരിക്കുക. ഓക്കെ. സുക്കൂൻ നൽകപ്പെട്ട അവസ്ഥയിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ? ഈ ജീമിനെ പെട്ടെന്ന് അതിന്റെ മഖ്റജിൽ പോയിട്ട് ടച്ച് ചെയ്യണം. എവിടെയാണ് ജീമിന്റെ മഖ്റജ്? അറിയൂ നിങ്ങൾക്ക്? എവിടെയാണ്? നാവിന്റെ മധ്യഭാഗം അല്ലെ. നാവിന്റെ മധ്യഭാഗത്താണ് റിയലി ജീമിന്റെ മഖ്റജ് വരുന്നത്. അപ്പൊ നമ്മള് ജീമിന്റെ മഖ്റജിലേക്ക് നമ്മൾ നാവിന്റെ മധ്യഭാഗം അത് തയ്യാറാക്കി വെച്ചു. മഖ്റജ് നമ്മൾ ശരിയാക്കി വെച്ചിട്ട് നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലേക്ക് ഉയർന്ന രീതിയിൽ അല്ലെ, ടച്ച് ചെയ്ത രീതിയിലാണ് ജീം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ഒരാൾ പ്രൊനൗൺസ് ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ജീമാണോ ഏതാ ലെറ്റർ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പൊ നമ്മള് ആ ജീമിന്റെ മഖ്റജിൽ പോയിട്ട് ആദ്യം ആ ഷിദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള സ്വഭാവം അപ്ലൈ ചെയ്യാണ്. അതിൽ പോയിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? മഖ്റജിൽ പോയി തട്ടിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത സ്വഭാവമായിട്ടുള്ള കൽക്കല എന്ന് പറഞ്ഞ സ്വഭാവം ജീമിന് അപ്ലൈ ചെയ്യാണ്. അപ്പൊ അത് വിട്ടുകൊടുക്കും അവിടുന്ന് അല്ലെ. ഒരു മുഴക്കം വരുത്തിയിട്ട് നമ്മൾ ആ ശബ്ദത്തെ പുറത്തേക്ക് കളയാണ് അല്ലെ, ശബ്ദത്തെ പുറത്തേക്ക് വിടുവാണ്. അജ് അജ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഉച്ചരിച്ച് പോകുന്ന, അപ്പൊ അത് കനപ്പിക്കൽ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ അക്ഷരത്തിന്റെ മഖ്റജിൽ പോയിട്ട് നമ്മൾ പറയുന്നു, then അതിനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന അക്ഷരങ്ങളെ നമ്മൾ ഷിദ്ദത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയും. ഇതിൽ ഗ്രൂപ്പിൽ കുറച്ച് അക്ഷരങ്ങൾ വരുന്നുണ്ട്. അജിദ്, ഖത്തിം, ബക്കറ്റ് അല്ലെ. അജിദ്, ഖത്തിം, ബക്കറ്റ്. ഇത്രയും അക്ഷരങ്ങള് നമ്മുടെ ഈ ഷിദ്ദത്തിന്റെ അക്ഷരങ്ങള്. ഇനി ലാം, നൂൻ, ഐൻ, മീം, റാ എന്ന് തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളൊക്കെ അല്പസമയം അക്ഷരങ്ങൾക്ക് ഈ അക്ഷരങ്ങളെ സുക്കൂനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അല്പസമയം ഇതിന്റെ മഖ്റജിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇത്തിരി നേരം ഒന്ന് പിടിച്ചു വെക്കുക. അതായത് അൽ 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 ഹംദു അൽ ഹംദു. ഇവിടെ ഇപ്പോ അൽ 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 ബാബ് എന്ന് കണ്ടില്ലേ ഈ കലിമ. അപ്പൊ ഈ ലാമിനൊക്കെ എത്ര സമയം നമ്മൾ കൊടുക്കണ്ടുള്ളൂ? അൽ അൽ ഇത്രയേ പാടുള്ളൂ. അല്ലാതെ ചില ആൾക്കാർ ഇത് എത്ര കൗണ്ട് ചെയ്യാൻ എത്ര അറിയാത്തതുകൊണ്ട് അൽ അൽ ബാബ് അൽ അൽ ഒരുപാട് സമയം ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. യാ ഉലിൽ അൽ ബാബ്. ഉലിൽ കണ്ടോ? യാ ഉലിൽ അൽ ബാബ്. അപ്പൊ ഈ ലാമിനെ നമ്മൾ എത്ര സമയം കൊടുത്ത്? വളരെ ചെറിയൊരു സമയമാണ് മഖ്റജിൽ ഹോൾഡ് ചെയ്തത് അല്ലെ. ഇതിന് പറയുന്ന പേരാണ് തവസുത്ത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പിൽ വരുന്ന, അപ്പൊ ലാമിന് സുക്കൂന് വന്നു കഴിഞ്ഞാല് ലാം ഉണ്ട്, നൂൻ ഉണ്ട്, പിന്നെ ഇവിടെ കാണിക്കാം ലാം, നൂൻ, അതുപോലെ
ഐൻ, ഐൻ, മീം, റോ. ഇത്രയും അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകപ്പെട്ടാല് അല്പസമയമാണ് നമ്മുടെ മഖ്റജിൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. അതായത് ശബ്ദത്തിന്റെ ഒഴുക്കിനെ ഭാഗികമായി നിയന്ത്രിച്ചും ഭാഗികമായി അല്ലാതെയും. അപ്പൊ ഒരുപാട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയും ചെയ്യൂല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുപാട് സമയം അൽഹംദു അങ്ങനെ പറയില്ല. ഓക്കെ. അപ്പൊ ഇനി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ആയത്തുകൾ വരുന്ന സമയത്ത് സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങൾ കാണുമ്പോൾ പ്രത്യേകം ഞാൻ പറയാം. ഓക്കെ. അപ്പോ പെട്ടെന്ന് ഉച്ചരിച്ചു പോകുന്ന അക്ഷരങ്ങളാണ് ഹംസ, ജീം, അത് വേറെ കളറിൽ കാണിക്കാം. ഓക്കെ. ഹംസ, ജീം, ദാൽ, ഖാഫ്, ത്വാ, ദ, കാഫ്, ത. ജീമാണ്. ഓക്കെ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ മഖ്റജില് പെട്ടെന്ന് ഉച്ചരിച്ചു പോകുന്ന അക്ഷരങ്ങൾ. എന്നാൽ മേലെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ എന്താണ്, അവരെ നമ്മൾ അല്പസമയം കൊടുത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. ഇവരൊഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും എന്താണ്, നല്ലോണം, അതായത് ആ ശബ്ദത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാത്ത രീതിയിലാണ്, കുറച്ചുകൂടി ഒഴുകും ആ ശബ്ദം. അതിന്റെ മഖ്റജിൽ നമ്മൾ ആ ഒരു ഏത് ലെറ്റർ ആണോ, ഇപ്പൊ സീൻ ഉദാഹരണം പറയാം. ഈ അക്ഷരത്തിൽ ഒന്നുമില്ലാത്ത അക്ഷരമാണ് സീൻ അല്ലേ. സീനിന് സുക്കൂന് വന്നു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? ഈ തവസ്സുത്തിന്റെ അക്ഷരങ്ങൾക്ക് നമ്മൾ കൊടുത്തതിനേക്കാളും സമയം കൊടുത്ത് പറയാം. അപ്പൊ നമ്മളിപ്പോ അൽഹംദു എന്ന് പറഞ്ഞു കൊടുത്ത്, ഇപ്പോ അസ്ലമ, അസ്ലമ. അപ്പൊ നമ്മള് ഈ സീനിന് കുറച്ചുകൂടി സമയം, ഈ തവസ്സുത്തിന്റെ നൂനിന് നമ്മൾ കൊടുത്ത സമയത്തേക്കാൾ ഒരു ഇച്ചിരി കൂടി സമയം നമ്മൾ എന്തിനു കൊടുക്കണം, ഇതിൽ ഉൾപ്പെടുത്ത റഹാവ എന്നാണ് മറ്റേ ഗ്രൂപ്പിനെ പറയാ. റഹാവ, റഹാവയുടെ അക്ഷരങ്ങൾക്ക് കുറച്ചുകൂടി സമയം അതിന്റെ മഖ്റജിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അക്ഷരത്തെ അതിന്റെ ആ ഒരു മഖ്റജില് ആശ്രയിക്കുമ്പോ അല്ലെ, ആ ഒരു സ്പോട്ടിൽ, ആ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അതിന്റെ യഥാർത്ഥമായ മഖ്റജിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശബ്ദത്തിന്റെ ഒഴുക്കിനെ നമ്മൾ നിയന്ത്രിക്കുന്നു. ആദ്യത്തെ റെഡ് കളറിലുള്ള ഗ്രൂപ്പ് പെട്ടെന്ന് നമ്മൾ പറയണു, ബ്ലൂ കളറിലുള്ള ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണു, അല്പസമയം ഹോൾഡ് ചെയ്യണു. ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ എന്താണ്, കുറച്ചും കൂടി സമയം കൊടുത്ത് പറയുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സുക്കൂനുള്ള അക്ഷരങ്ങളെ ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നു നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോഴുള്ള ഒഴുക്കിനെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. ആ ഒഴുക്കിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പൊ 10ാമത്തെ ആയത്ത് എല്ലാവർക്കും റീഡ് ചെയ്ത് നോക്കാം അല്ലെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഈ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ ആയത്ത് എങ്ങനെയാണ്, അഅദ്ദല്ലാഹു, ഇവിടെ അള്ളാഹു എന്ന കലിമ എന്താണ്, ഹെവി ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അഅദ്ദല്ലാഹു ലഹും, ഇവിടെ മീമിന് സുക്കൂന് കണ്ടല്ലോ. മീം അപ്പൊ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? മീം ഈ റെഡ് കളറിലുള്ളതിലാണ് ബ്ലൂ കളറിലുള്ളതിലാണ് മീം വരുന്നത്? ഏതിലാണ്? ബ്ലൂ കളറിലുള്ള വന്നത് അല്ലെ. അതായത് മഖ്റജിൽ നമ്മൾ അല്പസമയം കൊടുത്ത് ഉച്ചരിക്കുന്ന അക്ഷരമാണ് മീം. അപ്പൊ ഇവിടെ ഒരിക്കലും ലഹും ലഹും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മണിക്കേണ്ട ആവശ്യമില്ല. ലഹും ലഹും അത്രയും പറയേണ്ട ആവശ്യമുള്ളൂ. മീമിന്റെ റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് മീമിന് സുക്കൂൻ വരുന്ന സമയത്ത് എത്ര ടൈം, ഇപ്പൊ ഇവിടെ നമുക്ക് മീം വിസിബിൾ ആയതുകൊണ്ട്, മീമിന്റെ മുകളിൽ സുക്കൂൻ വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീമിനെ ഉദാഹരണം വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദ. ഹർക്ക മാത്രം ഇവിടെ നീട്ടുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ഈ യാക്രിയിൽ ഇവിടെ സുക്കൂനാണ് അല്ലെ. ഇവിടെ ആളെ കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ സുക്കൂനാണ്, സുക്കൂന് കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ സുക്കൂനാണ് നമുക്കറിയാം. പക്ഷെ ഈ സുക്കൂൻ എന്താണ്? യാ മദ്ദാണ്. കാരണം ഈ കെസ്റയെ നീട്ടാൻ വേണ്ടി വന്നിട്ടുള്ള യാ ആയതിനാലാണ് യാ അങ്ങനെ നിൽക്കുന്നത്. ഈ യാ മദ് ഇത് യാ എന്ന ലെറ്റർ ആണോ? അല്ല, ഇത് യാ മദ്ദാണ്. കാരണം അതിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ഹറക്ക കെസ്റയാണ് വന്നിട്ടുള്ളത്. ഈ കെസ്റയെ നീട്ടാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്
ഈ യാ എന്നുള്ള അക്ഷരം. ഉം അപ്പോ ഇത് യാ മദ്ദാണ് റിയലി. ഇത് യാ മദ്ദാണ്. ഷദീദ, ഷദീദ അങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലെ. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ. അപ്പൊ ഇവിടെ നമുക്ക് സുകൂനുള്ള അക്ഷരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇവിടെ ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ ഈ വാവിന്റെ മുകളിലുള്ള ഈ സുക്കൂനെ പരിഗണിക്കോ? ഇല്ല, ഇത് നമുക്ക് വേറെ തന്നെ കാറ്റഗറിയിൽ പഠിക്കാനുള്ള വാവാണ്. ഈ ഒരു സുക്കൂനാണ് അല്ലെ. നമ്മൾ പഠിച്ച സിഫ്രുൽ മുസ്തദീലും മുസ്തഖീലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് റിയലി പഠിക്കാത്ത സിസ്റ്റത്ത് മനസ്സിലാക്കണം, ഇത് ഇവിടെ ഉച്ചാരണം ഇല്ലാത്ത വാവാണ്. ഇതെന്താണ്? ഉച്ചാരണം ഇല്ലാത്ത വാവാണ്. റസ്മുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി കൂടി ഈസി ഉണ്ടായിരിക്കും. യാന്നിലോട്ട് നിങ്ങൾക്ക് അറിയാം എത്ര കൗണ്ട് നീട്ടുന്നത്. വലിയ മദ്ദാണല്ലേ, വലുതാണ്. ഇവിടെ ഫറൈന്റെ ചിഹ്നം കാണുന്നുണ്ടല്ലോ. ഫോർ ഹറക്ക നിങ്ങൾ ഇവിടെ നീട്ടും അല്ലെ. ഇനി യാ ഉലിൽ, അവിടെ ഈ ലാം ആണിത്. ഈ ലാമിനെ നമ്മൾ എത്ര ഇൻ ബിറ്റ്വീൻ ലെവലിലാണ് ഇതിനെ ഹോൾഡ് ചെയ്യുക അല്ലെ. ഇത് തൗസത്തിന്റെ അക്ഷരമാണ്. അതുപോലെ വീണ്ടും ഒരു ലാം ഇത് ഇവിടെ പ്രകടമായിട്ടുണ്ട്. അൽ ബാബ് അല്ലെ, അൽ അൽ ബാബ്. ഇപ്പൊ ഇവിടെ രണ്ടു കൊടുത്തു നമ്മൾ എത്ര സമയം കൊടുക്കാൻ പാടുള്ളൂ? കുറച്ച് സമയം നമ്മുടെ മഹ്റജിൽ ഹോൾഡ് ചെയ്യാം. അപ്പൊ ഇവിടെ മീമ് പറഞ്ഞതും ഈ ഗ്രൂപ്പിലാണ്, ലാമ് പറഞ്ഞതും ഈ ഗ്രൂപ്പിലാണ് അല്ലെ. അല്ലദീന ആമനൂ, അല്ലദീന ആമനൂ. ഇവിടെ ഈ ലാസ്റ്റ് കാണുന്ന ഈ സുക്കൂനും അതെ നമ്മൾ പറഞ്ഞ പോലെ ഈ വാവിന്റെ മുകളിലുള്ള സുക്കൂനില്ലേ, സെയിം ആണ്. ഇവിടെ ഉച്ചാരണത്തിൽ നമുക്ക് ഇവിടെ വരുന്നില്ല. ഈ വാവിനെയാണ് നമ്മളിവിടെ നീട്ടിയത്. ആമനൂ അങ്ങനെ നമ്മൾ നീട്ടിയത്. ഈ അലിഫിനെ അല്ല ഇവിടെ നീട്ടിയത്. ഓക്കെ. അടുത്തത് അത്. അത് എന്ന് പറഞ്ഞോടത്ത് ദാലാണ്. ദാൽ എന്ന് നോക്കിയേ, ഏത് ഗ്രൂപ്പിലാ വരിക? ബ്ലൂ കളറിലുള്ളതിൽ ദാൽ ഉണ്ടോ? ഇല്ല. താഴെ കിടക്കുന്നതിലാണ് ദാൽ ഉള്ളത്. അതായത് ഇത് ഷിദ്ദന്റെ അക്ഷരമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? മഖ്റജിൽ പെട്ടെന്ന് പോണു, പെട്ടെന്ന് ഉച്ചരിച്ചും കൊണ്ട് തൊട്ടപ്പുറത്തൊരു സ്വഭാവം അപ്ലൈ ചെയ്യാണ്. അത് അൽക്കല കൊടുത്തിട്ട് നമ്മൾ പറയണം. മുഴക്കം വരുത്തിയിട്ടാണ് ദാലിന് നമ്മൾ ഉച്ചരിച്ചത്. അത് ഫത്ഹ നമ്മൾ നല്ലോണം ഹെവി ആയിട്ടാ പറയാ അല്ലെ. അത് അത് അൻസല, അൻസല, അത് അൻസലല്ലാഹു ഇലൈക്കും. അവിടെ ഇലൈക്കും യാ സുകൂൻ എന്ത് ചെയ്യണം? ഈ രണ്ട് ഗ്രൂപ്പിലും വരുന്നതല്ല. അപ്പൊ നല്ലോണം മഹ്റജിൽ സമയം കൊടുത്ത് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ഈ നൂനും ലാമും നൂനും ഒന്നും പറഞ്ഞ പോലെ അല്ലാതെ അല്പം കൂടെ സമയം അല്ലെ. ഇലൈക്കും, ഇലൈക്കും. മീമും സെയിം ആണ്. നമ്മൾ അല്പസമയം കൊടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അല്പസമയം കൊടുത്തിട്ടാണ് മീമും നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ഭാഗം ഒന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ മദ് കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. മദ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ടു ഹറക്ക എന്ന് മാത്രമേ ഞാൻ അങ്ങനെ എഴുതുള്ളൂ. അഅദ്ദല്ലാഹു, അവിടെ അള്ളാഹു എന്ന കലിമയിൽ എപ്പോഴും നമ്മൾ ടു ഹറക്ക എന്ന് കിട്ടും അല്ലെ. അവിടെ ടു ഹറക്ക. അദാബൻ ശദീദ, ടു ഹറക്ക. ഇവിടെ ഒരാള് അദാബ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ രണ്ട് ഹറക്കയിൽ നിർത്തും അല്ലെ. ഇവിടെ നിർത്തലൊന്നുമില്ല. നിർത്തുകയാണെങ്കിൽ അയാൾക്ക് ഫത്ഹ തൻവീൻ ആയതുകൊണ്ട് അദാബ അല്ലാതെ അദാബ് അങ്ങനെ നിർത്തുവോ? ഇല്ല. ഫത്ഹ തൻവീനിൽ നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് ഹറക്ക നീട്ടി നിർത്തണം അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദാബ അങ്ങനെ പറയാം. ഇവിടെ രണ്ട് ഹറക്ക നീട്ടി. ഫത്തഖുല്ലാഹ, ഇവിടെ ഒരാൾ നിർത്തുവാണെങ്കിൽ ഫത്തഖൂ അങ്ങനെ നിർത്തുക. അങ്ങനെ പറയില്ല. ഇങ്ങനെ ഈ വാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നീട്ടിയിട്ടാ നിർത്തുക. ഫത്തഖൂ അല്ലെ. ഇവിടെ ഒരുമിച്ച് തന്നെ പറയണം അല്ലെ. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നിർത്തി. ഇവിടെ ചിലർ നിർത്തി ശ്വാസം മുറിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിർത്താണ്ട് ഇവിടെ കൊണ്ടൊന്നും നിർത്തരുത്. ഇവിടെ നിർത്താനുള്ള ഒരു അനുമതി ഉണ്ട്. സില എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ നിർത്താണ്ട് ഇവിടെ കൊടുത്ത് നിർത്തരുത്. ചിലത് സാരമായിട്ടുള്ള അർത്ഥവ്യത്യാസം സംഭവിക്കും. അതുകൊണ്ട് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്. യാ എന്നുള്ളതിനെ 4 ഹർക്കം നീട്ടുന്നു. ഉലിൽ അൽബാബ് അവിടെ നമ്മൾ 2 ഹർക്കം നീട്ടുന്നു. അല്ലദീന, അല്ല വി ടു ഹർക്കം നീട്ടി. ആ ടു ഹർക്കം നീട്ടി. മനു ടു ഹർക്കം നീട്ടി. അപ്പൊ ഇത്രയും നമ്മൾ മദ്ദുകൾ അപ്ലൈ ചെയ്തു. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ ടു ഹർക്കം നീട്ടി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പതുക്കെ അതൊന്ന് റിസൈറ്റ് ചെയ്ത് നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? പതുക്കെ റിസൈറ്റ് ചെയ്താൽ മതി. ധൃതി പിടിച്ചിട്ട് ആരും ഓതരുത് കേട്ടാ. ഇൻഷാ അല്ലാഹ്. أعد الله لهم عذابا شديدا
വത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ. കാഫിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഈ കാഫ് റിയലി ഈ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഹംസ, ജീം, ദാൽ, ഖാഫ് ഒക്കെ എഴുതിയിരിക്കില്ലേ താഴെ കണ്ടില്ലേ, താന്റെ മുകളിൽ കാഫ് കണ്ടില്ലേ. അപ്പൊ ഈ കാഫും എന്താണ്, പെട്ടെന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. വിക് എന്നാ പറയാ. വിക്. ചിലര് ദിക്, കാറ്റ് പുറത്തു പോണത് മാത്രമേ കേൾക്കുള്ളൂ. ഹംസ എന്ന ക്വാളിറ്റി കാഫിനുള്ളത് കൊണ്ട് വെറും ഹംസ എന്ന ക്വാളിറ്റി മാത്രം കേൾപ്പിച്ചാൽ ശരിയാവില്ല. താന്റെയും കാഫിന്റെയും പ്രത്യേകത തന്നെയാണ്. രണ്ടും പെട്ടെന്ന് ഉച്ചരിക്കുകയും വേണം, എന്ന കാറ്റ് പുറത്തു പോകുന്ന സിഫത്ത് കൊടുക്കുകയും വേണം അല്ലെ. അപ്പൊ കാഫിന്റെ മഖ്റജിൽ പോയി തട്ടിച്ചിട്ടേ നമ്മൾ ഹംസിന്റെ ആ ഒരു ക്യാരക്ടർ കൊടുക്കാൻ പാടുള്ളൂ. ഇലയിക്കും വിക് അവിടെ ദിക്, നമ്മൾ കാഫിന്റെ മഖ്റജ് എവിടെയാണ്, അങ്ങേയറ്റം, നാവിന്റെ അങ്ങേയറ്റം. അവിടെ പോയിട്ട് നമ്മൾ തട്ടിച്ചിട്ട് പിന്നെ ഹംസ് എന്ന ക്വാളിറ്റി കൊടുക്കുക. ഇലയിക്കും വിക്. ഓക്കെ, അടുത്ത ആയത്ത് നോക്കാം. ഈ ആയത്ത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കാം ട്ടാ. ഇൻഷാ അല്ലാ. അടുത്ത ആയത്തിലേക്ക് കടക്കുവാണ്. അടുത്ത ആയത്തിൽ നമ്മൾ സുക്കൂനുള്ള അക്ഷരങ്ങൾ നോക്കും. സുക്കൂനുള്ള അക്ഷരങ്ങൾ ആദ്യം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഓതിപ്പോവാം. റസൂലൻ യത്ലു, അവിടെ നമ്മൾ എന്താണ്, പെട്ടെന്ന് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇവിടെ ആരും യത്ലു യത്ലു എന്ന് പറയരുത്. യത്ലു. യത് ആദ്യം പോയിട്ട് താന്റെ മഖ്റജിൽ നാവിന്റെ തുമ്പ് തട്ടിച്ചിട്ട് പിന്നെ കാറ്റ് പുറത്തു പോകുന്ന സിഫത്ത് ഉണ്ടാക്കുക. റസൂലൻ യത്ലു യത്ലു അലൈക്കും. ഇവിടെ നമ്മൾ നല്ലോണം സമയം കൊടുക്കണം. ഇവിടെ നമ്മള് കുറച്ച് സമയം കൊടുത്താൽ മതി അല്ലെ. മീമിന് കുറച്ച് സമയം കൊടുക്കുക. ഇവിടെ പെട്ടെന്ന് ഉച്ചരിച്ചു പോകണം. ഇവിടെ നല്ലോണം സമയം കൊടുക്കണം. ഇവിടെ അല്പസമയമാണ് കൊടുക്കുക മീമിന്. നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ലേ, ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നുകൂടെ എഴുതാം. ഈ ആയത്ത് വലിയ ആയത്തായതുകൊണ്ട്. ഐൻ മീം റോ. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത്. റെഡ് കളറിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഉച്ചരിച്ചു പോണ അക്ഷരങ്ങള്. ഓക്കെ, ഇത്രയും അക്ഷരങ്ങള്. അപ്പൊ ഈ താ എന്നുള്ളത് ഈ ലാസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. മീം എന്ന് പറഞ്ഞതിൽ ഈ ഒരു ബ്ലൂ കളറിൽ വരുന്നതാണ് അല്ലെ. അപ്പോ യാ ഏതിലായിരിക്കും, നല്ലോണം സമയം കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരത്തിൽ വരുന്നതാണ്. അടുത്തത് അലൈക്കും ആയാതി. ഇവിടെ മദ്ദുകൾ വരുന്നത് എങ്ങനെയാണ്, രണ്ട് ഹറക്ക നമ്മൾ മദ് കൊടുക്കുക. അപ്പൊ റസൂ എന്ന് പറഞ്ഞു കൊടുത്ത് 2 ഹറക്ക കൊടുത്തു മദ്. യത്ലു, അവിടെ യത്ലു എന്നുള്ളടത്ത് 2 ഹറക്ക കൊടുത്തു. അത് അലൈക്കും ആയാതി ആയാതി ആയാതില്ലാഹി മുബയ്യിനാത്തിൻ. അവിടെ മുബയ്യിന എന്ന് പറഞ്ഞു കൊടുത്ത് 2 ഹറക്ക. റസൂലൻ യത്ലു അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാത്ത്. ഓക്കെ, ഇനി ഇവിടെ സുക്കൂന് വരുന്നുള്ളത് അടുത്ത് നോക്കാം. ലി യുഖ്രിജ, ഇവിടെ ഹ എന്ന അക്ഷരം ഹെവി ലെറ്റർ ആണ്. ഈ ഹെവി ലെറ്ററിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സുക്കൂന് കൊടുത്ത് ഉച്ചരിക്കുന്ന സമയത്ത് അവര് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഉച്ചരിക്കണോ സമയം കൊടുത്ത് ഉച്ചരിക്കണോ, എങ്ങനെയാണ്, പെട്ടെന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഈ ഒരു ഹ എന്നുള്ള അക്ഷരത്തിലൊന്നും ഈ 2 ഗ്രൂപ്പിലും വരുന്നില്ല. അപ്പൊ നല്ലോണം സമയം കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് റിയലി എന്ത്, ഹ എന്ന അക്ഷരം. ഹ എന്ന അക്ഷരം നല്ലോണം സമയം കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. പിന്നെ ലിയുഖ്രിജല്ലദീന, ഇവിടെ 2 ഹറക്ക നീട്ടണം. അല്ലദീന എന്നുള്ളതിന് 2 ഹറക്ക. ആമനു 2 ഹറക്ക. വഅമിലുസ് സ്വാലിഹാത്തി. അപ്പൊ ഇവിടെ ഹോൾഡ് ചെയ്യും, ഇവിടെ ശദ്ദ. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ക്യാമറ ഓൺ ആക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടാ. ഓക്കെ, വഅമിലുസ് സ്വാലിഹാത്തി വഅമിലുസ്, അവിടെ 2 ഡബിൾ ലെറ്റർ അവിടെ വന്നിരിക്കണം. അപ്പൊ ചിലവര് വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞിട്ട് പോകും. അവിടെ നല്ലോണം ഈ ശബ്ദ 2 ലെറ്ററിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ ഇവിടെ പറയാൻ ശ്രമിക്കണം. ഓക്കെ, വഅമിലു സ്വാലിഹാത്തി, സോ എന്ന് പറഞ്ഞതിന് 2 ഹറക്ക് നീട്ടണം. ഹ എന്നുള്ള 2 ഹറക്ക് നീട്ടണം. മിനവുലുമാതി 2 ഹറക്ക് നീട്ടണം. ഇവിടെ അതെ ഈ വ എന്ന അക്ഷരത്തിനെ സ്ട്രെസ് ചെയ്ത് തന്നെ പറയണം. ഇലൻ നൂർ, നൂനിനെ സ്ട്രെസ് ചെയ്യണം. പിന്നെ ഈ വാവിനെ ഹറക്കം നീട്ടണം. റാനെ നമ്മൾ ഹെവി ആയിട്ട് നിർത്തണം. ഇനി അടുത്ത
അടുത്ത ഭാഗം നോക്കുക. വമയ്യു മിൻ, അവിടെ യു മിൻ, ഇവിടെ യുവ് മിൻ ആരും പറയാൻ പാടില്ല. ഹംസ എന്ന അക്ഷരമാണ്. റിയലി ഇവിടെ വാവിന്റെ മുകളിൽ നമുക്ക് ഹംസനെ കാണാൻ പറ്റും. അതുപോലെ യാഇന്റെ മുകളിൽ ഹംസനെ കാണാൻ പറ്റും. അലിഫിന്റെ മുകളിൽ ഹംസനെ കാണാൻ പറ്റും. ഹംസ എന്നത് ഈ രീതിയിലൊക്കെ ഖുർആനിൽ കാണാം. വെറുതെ ഐസൊലേറ്റഡ് ആയിട്ട് ഈ രീതിയിൽ നിൽക്കാം. വാവിന്റെ മുകളിലും യാന്റെ മുകളിലും അലിഫിന്റെ മുകളിൽ ഈ മദ്ദക്ഷരങ്ങളായിട്ടുള്ള ഇവരുടെ മുകളിലൊക്കെ നിൽക്കാനായിട്ട് സാധ്യത ഉണ്ട്. അതൊക്കെ എന്ത് തന്നെയാണ്? ഹംസ തന്നെയാണ് അല്ലെ? ഹംസന്റെ ഉച്ചാരണം തന്നെയാണ് ഇവിടൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ വമയ്യു മിനു എന്ന് പറയരുത്. യു മിൻ, യു മിൻ, നന്നായി മുറിച്ചുച്ചരിക്കുക അല്ലെ? ഇപ്പൊ ഷിദ്ദന്റെ അക്ഷരമാണ്. മഖ്റജിൽ നമ്മൾ പെട്ടെന്ന് ഉച്ചരിച്ചിട്ടാണ് പോകുന്നത്. ഖത്വ ആണ് ഇതിലെ ഹംസത്തുൽ ഖത്വ ആണ്, മുറിച്ചുച്ചരിക്കുന്ന അക്ഷരമാണ്. വമയ്യു മിൻ ബില്ലാഹി. അവിടെ ഇവിടെ നൂന് സുക്കൂൻ തന്നെയാണ്, പക്ഷെ ഇവിടെ റൂളിംഗ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ മണിച്ചത്. അതുപോലെ തന്നെ ഇവിടെയും റൂളിംഗ് സംഭവിക്കുന്നുണ്ട്. യു മിം ബില്ലാഹി എന്ന് പറഞ്ഞു. വയഅമൽ, അവിടെ ഈ ഐനും ലാമും രണ്ടും മഖ്റജില് അല്പസമയം കൊടുത്തുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അല്പസമയം കൊടുത്തുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അപ്പൊ വയഅമൽ സാലിഹൻ യുദ്ഖിൽഹു, യുദ് എന്നുള്ളതിനെ പെട്ടെന്ന് ഉച്ചരിക്കുക. യുദ്ഖിൽഹു, യുദ്ഖിൽഹു. ഏതിനപ്പോ കൂടുതൽ സമയം കൊടുത്തേ? ഈ ലാമിനാണ്. അപ്പൊ ലാം എന്ന അക്ഷരം അല്പസമയം കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ദാലായിക്കോട്ടെ പെട്ടെന്ന് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അത് കൽക്കല വരുത്തി ഉച്ചരിക്കണം അല്ലെ? യുദ്ഖിൽഹു, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി, തജ്. ഇപ്പൊ നമ്മള് ജീം എന്ന അക്ഷരം ഇവിടെ കണ്ടല്ലോ, പെട്ടെന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിടെ മിൻ, അവിടെ നൂനിന്റെ ഇവിടെ റൂളിംഗ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സുക്കൂൻ നിങ്ങൾക്ക് പ്രകടമായി കാണാത്തത്. ഓക്കെ, അപ്പോൾ റൂളിംഗ് ഉള്ളതുകൊണ്ടാണ് മണിക്കലിന്റെ അളവിൽ വ്യത്യാസം വരുന്നത്. തഹ്തിഹൽ, തഹ്തിഹൽ. അവിടെ ഹ എന്ന അക്ഷരം ഈ രണ്ട് ഗ്രൂപ്പിലും വരുന്നില്ല. നല്ലോണം മഖ്റജിലെ ശബ്ദത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാണ്ട് പറയുന്ന അക്ഷരമാണ് ഹ എന്ന അക്ഷരം. അപ്പോ തഹ്തിഹൽ, തഹ്തിഹൽ. അവിടെ ലാം നമ്മൾ പറഞ്ഞു നേരത്തെ, ഇൻ ബിറ്റ്വീൻ ടൈം മഖ്റജിൽ കൊടുക്കണം. അല്പസമയം ഹോൾഡ് ചെയ്ത് പറയണം. ആ നൂനിനെ അതേ കുറച്ച് സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് പറയണം. അൽ അൻഹാർ, അൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. ഓക്കെ, ഇവിടെയൊക്കെ മദ്ദുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണു. ഇനി ഖദ്, അവിടെ ദാൽ സുക്കൂന് നമ്മൾ കുറച്ച് ബൗൺസ് ചെയ്ത് പറയും അല്ലെ? പെട്ടെന്ന് ഉച്ചരിക്കുന്ന അക്ഷരം അവിടെ എഴുതിയിരിക്കണോ, കണ്ടോ? ഖദ് അഹ്സന, അഹ്സന. ഹ ഏതാ? നമ്മൾ നേരത്തെ ഇവിടെ തഹ്തിഹ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കൊടുത്തുച്ചരിക്കുന്ന അക്ഷരാണ്. അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, റിസ്ഖാ. അപ്പൊ ഈ സായ് എന്താണ്? അല്പം കൂടെ സമയം കൊടുത്തുച്ചരിക്കുന്ന അക്ഷരാണ്. ഈ ഗ്രൂപ്പിലും വരുന്നില്ല. അപ്പൊ നല്ലോണം അല്ലെ ശബ്ദത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ് സായ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മദ് കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ആയത്തൊന്ന് നോക്കി നോക്കാം. വമൻ യുമിൻ ബില്ലാഹി വയഅമൽ സാ എന്നുള്ളതിന് നമ്മൾ രണ്ട് ഹറക്ക, സാലിഹൻ യുദ്ഖിൽഹു ജന്നാത്തിൻ, അവിടെ രണ്ട് ഹറക്ക. തജ്രി എന്നുള്ളതിന് രണ്ട് ഹറക്ക. മിൻ തഹ്തിഹൽ അൻഹാറു, അൻഹാറു എന്നുള്ളിടത്തെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഹറക്ക. അവിടെ തഹ്തിഹാൽ അൻഹാറു എന്ന് പറയില്ല. റീസൺ എന്താണ്? പഠിച്ചു അല്ലേ? ഹംസ വസലിന് മുമ്പായിട്ടുള്ള ഈ മദ്ദക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കുന്നില്ല അല്ലെ? അൽ അൻഹാറു ഖാലിദീന എന്നുള്ളിടത്ത് ഇവിടെ രണ്ട് ഹറക്ക. ഖാലിദീന ടു ഹറക്ക. ഫീ എന്നുള്ളതിന് ടു ഹറക്ക. ഫീഹ എന്നുള്ളതിന് നാല് ഹറക്ക. അബദ അവിടെ രണ്ട് ഹറക്ക. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം അല്ലെ? നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാ നീട്ടേണ്ടതെന്ന് അറിയാം. അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇൻ ബിറ്റ്വീൻ ടൈം കൊടുക്കണ്ടേ, സമയം കൊടുത്ത് ഉച്ചരിക്കണ്ടേ എന്നൊക്കെ ശ്രദ്ധിച്ച്, എല്ലാത്തിനും ഒരേപോലെ തന്നെ സമയം കൊടുത്ത് ഉച്ചരിക്കരുത്. ഏതൊക്കെ അക്ഷരങ്ങളാണ് വേറിട്ട് നിൽക്കണേന്നുള്ളത് നോക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഇത് ജസ്റ്റ് ഈ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ളത് മാത്രം ഒന്ന് വായിക്കും. നിങ്ങൾക്ക് റിസൈറ്റ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇപ്പൊ ഒന്ന് റിസൈറ്റ് ചെയ്ത് നോക്കിയാലോ. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا
الصالحات من الظلمات إلى النور. ഒറ്റ സ്ട്രെച്ചിൽ ഓതാൻ പറ്റുന്ന ഖൈറാണ്. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സ്റ്റോപ്പ് വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണെങ്കിൽ വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങാം. അടുത്ത ആയത്ത് നോക്കുക. സോറി, ആയത്തല്ല, ബാക്കി ഭാഗം നോക്കുക. ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. ഓക്കെ, അടുത്ത ആയത്ത് കൂടെ പറഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടി റിസൈറ്റ് ചെയ്ത് നോക്കാം. മുന്നത്തെ ആയത്തൊക്കെ ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്തിലേക്ക് പോവാണ്. അടുത്തത് വന്നിട്ട് ലാസ്റ്റ് ആയത്താണ്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ. അവിടെ ബാക്ക് സുക്കൂന് വന്നിട്ടുണ്ട്. ബാക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ഗ്രൂപ്പിൽ വരും? മേലത്തെ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നതിൽ വരുമോ? റെഡിൽ വരുമോ? പെട്ടെന്ന് ഉച്ചരിക്കുന്നതിൽ വരുമോ? അല്പസമയം കൊടുത്ത് ഉച്ചരിക്കുന്നതിൽ വരുമോ? അല്പസമയം കൊടുത്ത് ഉച്ചരിക്കുന്നതിൽ വരും അല്ലെ? അപ്പൊ അല്ല, സോറി, പെട്ടെന്ന് ഉച്ചരിക്കുന്നതിൽ വരും അല്ലെ? ഈ താഴത്തുള്ളതിൽ റെഡ് കളറിൽ വരും. സബ് 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 പെട്ടെന്ന് ഉച്ചരിക്കുക. ഷിദ്ദ എന്നുള്ള ക്യാരക്ടർ വരും. ഷിദ്ദ എന്നുള്ള ക്യാരക്ടർ വരും. സബ് സബ് എന്ന് പറയുന്ന സമയത്ത് മുഴക്കം വരുന്നുണ്ട്. ദാലൊക്കെ നമ്മൾ ഉച്ചരിച്ച മാതിരി, അതുപോലെ നമ്മൾ ജീമൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണു? അവിടെ മുഴക്കം വരുത്തിയിട്ട് ഉച്ചരിക്കണോ? സബ് 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 സമാവാതിൻ വമിനൽ അർളി. അവിടെ നോക്കിയേ, വമിനൽ. അവിടെ ലാമിന് നമ്മൾ ഇൻ ബിറ്റ്വീൻ ടൈമാ കൊടുത്തത്. മേലെ എഴുതിയിട്ടുള്ള ഗ്രൂപ്പിലെ വമിനൽ അർളി. അവിടെയും റ എന്നുള്ള അക്ഷരത്തെയും നമ്മൾ എന്ത് ചെയ്തു? ഇൻ ബിറ്റ്വീൻ ടൈമാ കൊടുത്തത്. വമിനൽ അർളി മിസ്ലഹുന്ന. അപ്പൊ സ എന്ന അക്ഷരം ഈ രണ്ട് ഗ്രൂപ്പിലും വരുന്നതല്ല. അതിനർത്ഥം സാക്ക് നമ്മൾ നന്നായിട്ട് സമയം കൊടുത്താണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലായോ? മിസ്ലഹുന്ന. നൂനിനെ പിന്നെ മീമിനെയും കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മണിച്ചുച്ചരിക്കണം. അവിടെ പിന്നെ കോംപ്രമൈസ് ഇല്ല. അവിടെ ഒന്നും നിങ്ങൾ മിസ്ലഹുന്നയ തനസ്സലു അങ്ങനെ പറഞ്ഞു പോകരുത്. മിസ്ലഹുന്ന. ഓക്കെ, മിസ് എന്നതിന്റെ അപ്പൊ നന്നായി സമയം കൊടുക്കും നമ്മൾ ഇതിന് അല്ലെ? നല്ല സമയം കൊടുത്തു. യതനസ്സലു ഇസായി, അതുപോലെ നൂൻ, ഇതൊക്കെ സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പറയണം. മനസ്സിലായോ? അതൊക്കെ ഈ ശ്രദ്ധ വരുന്ന സമയത്ത് നമ്മള് പറയുന്ന മാതിരിയല്ല. നൂനും മീമും കൂടുതൽ ഒന്ന കൂടി ഉണ്ട് അവർക്ക്. സിഫ എന്ന് പറഞ്ഞ മൂക്കിൽ നിന്നുള്ള ആ ഒരു ശബ്ദം കൂടെ അവർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നന്നായി മണിച്ചുച്ചരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ നന്നായി മണിച്ചുച്ചരിക്കണം. ഇസായി രണ്ട് അവസ്ഥയിൽ, എന്താ പറയാ, അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ? അപ്പൊ നല്ല സമയം കൊടുത്തിട്ട് നമ്മളിവിടെ യതനസ്സലു, നോട്ട് യതനസ്സലു, യതനസ്സലു അങ്ങനെ പറയില്ല. യതനസ്സലു. ഓക്കെ, അൽ അംറു. അൽ അംറു. അവിടെ അൽ എന്നുള്ളതിനെ നമ്മള് ഇൻ ബിറ്റ്വീൻ ടൈം ആണ്. കുറച്ച് സമയം, അല്പസമയം കൊടുത്തിട്ട് നമ്മൾ പറയണു. എന്നുള്ളത് മീമിനെ നമ്മൾ അല്പസമയം കൊടുത്ത് പറയണു. അൽ അംറു. അൽ എന്ന് പറഞ്ഞ അതേ സമയം തന്നെ എന്ന് പറയുമ്പോഴും കൊടുക്കണം. അൽ അംറു ബൈനഹുന്ന. ബൈ എന്ന് പറയുന്നത് കുറച്ചുകൂടി സമയമുണ്ട്. അതായത് ഈ ഒരു രണ്ടിന്റെ ഗ്രൂപ്പിൽ വരുന്നതല്ല, ലീനുമാണ് അല്ലെ? മയപ്പെടുത്തിയിട്ടും കൂടെ നമ്മൾ ഉടിച്ചിരിക്കുന്നത്. ബൈനഹുന്ന, ബൈനഹുന്ന. അടുത്തത് ലിതഅലമു. ലിതഅലമു. അവിടെ ഐൻ. ഐൻ എന്ന അക്ഷരം എന്താ? എത്ര നമ്മൾ സമയം കൊടുക്കണം? ഇൻ ബിറ്റ്വീൻ ടൈം കൊടുക്കണം. ഇൻ ബിറ്റ്വീൻ ടൈം കൊടുക്കണം അല്ലെ? ലിതഅലമു ഐനാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ടൈം ഇവിടെ കൊടുത്തു. പിന്നെ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ. അപ്പൊ ഷൈഇൻ, അപ്പൊ ഇവിടെ നമ്മള് കുറച്ചുകൂടെ സമയം കൊടുത്ത്, അല്പസമയമല്ല, അതിനേക്കാൾ ചുരുട്ടി സമയം ഇവിടെ മയപ്പെടുത്തിയിട്ടും കൂടാണ് ഉച്ചരിക്കേണ്ടത്. ഷൈഇൻ ഖദീറും വഅന്നല്ലാഹ ഖദ്. ഖദ് എന്നത് നമ്മൾ നേരത്തെ ആയത്തിൽ പറഞ്ഞതേപോലെ, ബായും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. ഷിദ്ദ ചെയ്യേണ്ട അക്ഷരമാണ്. പെട്ടെന്ന് ഉച്ചരിക്കണം, മുഴക്കം വരുത്തി ഉച്ചരിക്കണം. ഖദ്. ഖദ് അഹാത
ബികുല്ലി ഷൈഇൻ. ഷൈഇൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം ആണ് ഇവിടുത്തെ റൂൾ വരിക. മയപ്പെടുത്തണം, അതോടൊപ്പം തന്നെ സമയം കൊടുക്കുക. ഈ യാഇനെ നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പിലും വരുന്നതല്ല അല്ലെ. അപ്പോ സമയം കൊടുത്ത് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഇൽമ. ഇൽമ. അവിടെ ലാമ് നമ്മൾ അല്പസമയം കൊടുത്ത് പറയും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ മീമിന്റെ അപ്പുറത്ത് ഒരു മീമും ഇവിടെ വേറെ കുഞ്ഞൊരു മീമ് കൊടുത്തിരിക്കണേ? അത് അടുത്ത ആയത്തിലെ, അതായത് ഫസ്റ്റിലെ സെക്കൻഡ്, ഇനി തൊട്ടപ്പുറത്ത് സൂറത്ത് തലാഖ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ആയത്തിലേക്കുള്ള ബസ്മലയിലുള്ള ബിസ്മിയിലേക്ക് ചേർക്കാനായിട്ടാണ് ഇവിടെ മീമിന്റെ മുകളിൽ ഈ മീമിനെ കൊടുത്തിരിക്കുന്നത്. ഈ മീമ് അപ്പുറത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിലേക്ക് കൂട്ടി ഓതുന്ന ഒരാൾക്ക് ബാധകമായിട്ടാണ് ഈ മീമിനെ ഇവിടെ മേലെ കൊടുത്തിരിക്കുന്നത്. കാരണം മീമും പിന്നെ അപ്പുറത്ത് ബായുമാണ്. മീമും ബായും തമ്മിലുണ്ടാവുന്ന റൂളിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ മീം എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ആയത്ത് നമുക്ക് റിസൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഇൻഷാ അള്ളാ. അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ ഇൻഷാ അള്ളാ. അപ്പൊ ഒന്ന് നമുക്ക് എവിടെയെങ്കിലും നിർത്താം. ഇപ്പോ ഈ ഒരു ആയത്തിനെ നിങ്ങൾക്ക് എടുത്തിട്ട് ഏതുവരെ ഓതാൻ പറ്റും, ശ്വാസം എടുക്കാൻ പറ്റും എന്നറിയില്ല. ബൈനഹുൻ എന്നുള്ളിടത്ത് ഞാൻ നിർത്താം കേട്ടാ. ബൈനഹുൻ എന്നുള്ളിടത്ത് നിർത്താം. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ നിർത്താൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മള് യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഓതും കേട്ടാ ഇൻഷാ അല്ലാ. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير. أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. ഓക്കെ, ഒന്നുകൂടി ഓതി നോക്കാം അല്ലെ ഇനി ആദ്യം മുതലേ. ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓരോ അക്ഷരത്തിനും സുക്കൂൻ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അതിനെ ഹോൾഡ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങള്, അതുപോലെ തന്നെ അല്പസമയം കൊടുക്കേണ്ട അക്ഷരങ്ങള്, അതുപോലെ കുറച്ചും കൂടെ അല്പസമയത്ത് നിങ്ങൾ എത്രയാണോ ഹോൾഡ് ചെയ്തിരിക്കണം മഖ്റജില്, അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കേണ്ട അക്ഷരങ്ങളും കൂടെ ഉണ്ട്. ശബ്ദത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിച്ച് നമുക്ക് സ്വഭാവങ്ങൾ തരംതിരിക്കാൻ വേണ്ടി പറ്റും. സ്വഭാവങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ. ഇവിടെ തൊട്ടിട്ടാ നമ്മൾ ഇന്ന് ഓതിയത് അല്ലെ. അപ്പൊ ഇന്ന് പതുക്കെ ഒന്നുകൂടി റിസൈറ്റ് ചെയ്ത് നോക്കാലോ. അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സില, അതുപോലെ ജീം ഇതൊക്കെ കണ്ടിരുന്ന സ്ഥലത്ത് 10ാമത്തെ ആയത്ത് നമുക്ക് നിർത്താം. അടുത്ത ആയത്ത് വരുന്നത് ഇലൻ നൂറിന്റെ അവിടെ തന്നെ നിർത്താൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഖാലിദീന ഫീഹ അബദ എന്നുള്ളടത്ത് നിർത്താൻ ശ്രമിക്കുക. പിന്നെ ഇന്നിപ്പോ നമ്മൾ നേരത്തെ ഓതിയ പോലെ യതനസ്സലുൽ അംറു ബൈനഹുൻ, പിന്നെ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ പിന്നെ ഖദീറും വഅന്ന. ഒറ്റടിക്ക് ഓതാൻ പറ്റും ഖൈറാണ്, ഇല്ലെങ്കിൽ ഖദീർ എന്നുള്ളടത്ത് നമുക്ക് നിർത്താം കേട്ടാ ഇൻഷാ അല്ലാ. അപ്പൊ ഓതി നോക്കാം അല്ലെ. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور. എത്ര പേർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? ശ്വാസം മുറിഞ്ഞു എവിടെയെങ്കിലും? ശ്വാസം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ വഅമിലു സ്വാലിഹാത്ത് എന്നുള്ള സ്ഥലം വരെ ഊതിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ ഓതി നോക്കാം കേട്ടാ. ചിലപ്പോ ശ്വാസം മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുകൂടി ഓതി നോക്കാം കേട്ടാ. നോക്കാം. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات
وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنة تجري من تحتها الأنهار ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما الحمد لله ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓതുമ്പോ കുറച്ചുകൂടി അള്ളാഹുവിന്റെ കലാമുമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കും അല്ലെ ഭംഗിയുള്ള പോലെ തോന്നും നമുക്ക് ഓതുമ്പോ ഭയങ്കര സന്തോഷം തോന്നും സന്തോഷം തോന്നണം കേട്ടാ സന്തോഷം തോന്നണം അള്ളാഹുവിന്റെ കലാം ഓരോ ഹർഫും നമ്മളിങ്ങനെ ഉച്ചരിക്കുമ്പോഴും അതിലേക്ക് സന്തോഷത്തോടു കൂടെ നോക്കാനും ഇനിയും നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് വരികയും ചെയ്യും അല്ലെ അൽഹംദുലില്ലാ ഇനി മൂന്നാമത്തെ ആയത്ത് മിസ്സായി പോയി എന്ന് പറയണോ അതുകൂടെ ഒന്ന് ഞാൻ പറയട്ടെ ഇവിടെയും ഈ ഒരു സെയിം കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത് സുക്കൂന് വരുന്ന സന്ദർഭങ്ങൾ നോക്കാം കേട്ടാ വയർസുഖ്ഹു അവിടെ വയർ ഇനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇത് നീല കളറുള്ളതില് ഗ്രൂപ്പിൽ പെട്ടതാണ് റോ അല്ലെ വയർ വയർ ആരും വയർ അങ്ങനെ പറഞ്ഞിട്ട് പറയരുത് വയർ ഖാഫ് ഈ താഴത്തെ ഗ്രൂപ്പിൽ പെട്ടതാണ് അപ്പോ അൽക്കലിന്റെ അക്ഷരമാണ് പെട്ടെന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ് വയർസുഖ്ഹു മിൻ എന്നുള്ളത് നൂനിന്റെ മുകളിലുള്ള സുക്കൂൻ പ്രകടമായിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ശരിക്കും റൂളിംഗ് ഉണ്ട് എന്നാൽ നിങ്ങൾ പറയുമ്പോ ഇപ്പൊ ഇത് റൂളിംഗ് പഠിക്കാത്ത ആൾക്കാർക്ക് അത് വീണ്ടും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞത് പ്രയാസമായിരിക്കും അപ്പൊ മിൻ ഹൈസു നൂന് ഈ മേലെ കിടക്കുന്ന ഗ്രൂപ്പിലുള്ളതാണ് അപ്പൊ ഇൻ ബിറ്റ്വീൻ ടൈം ആണ് കൊടുക്കേണ്ടത് മിൻ ഹൈസു ഹൈ എന്നുള്ളതിന് നമ്മൾ അല്പം കൂടെ സമയം കൊടുക്കണം അല്ലെ മിൻ ഹൈസു ലാ യഹ്തസിബ് അവിടെ ഹാക്ക് നമ്മൾ നന്നായിട്ട് സമയം കൊടുക്കും കേട്ടോ യാക്കും ഹാക്കൊക്കെ നമ്മൾ നല്ല സമയം കൊടുത്തു ബായില് ബൊമ്മയാണ് ബൊമ്മയിൽ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂന് താൽക്കാലികമായി സുക്കൂന് കൊടുത്തിട്ടല്ലേ നമ്മൾ ഇവിടെ നിർത്തുക അപ്പൊ ബാക്ക് സുക്കൂന് കൊടുത്തിട്ട് നിർത്തിയപ്പോൾ ബായിന്റെ സ്വഭാവം എന്തായി മാറി പെട്ടെന്ന് ഉച്ചരിക്കലും മുഴക്കമുള്ള സ്വഭാവത്തിലാണ് ബായിനെ നമ്മൾ അവിടെ നിർത്തേണ്ടത് അപ്പോ ലാ യഹ്തസിബ് കണ്ടോ ലാ യഹ്തസിബ് അങ്ങനെ നിർത്തി പിന്നെ വമയ്യത്തവക്കൽ ഈ നൂന്റെ മുകളിൽ സുക്കൂനിലെ അവിടെ റൂളിംഗ് നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ മണിക്കലിന് വ്യത്യാസം ഉണ്ടാവുന്നു വമയ്യത്തവക്കൽ കണ്ടോ യത്തവക്കൽ ആ ലാമിനെ നമ്മൾ അല്പസമയം ഹോൾഡ് ചെയ്തിട്ടാ പറഞ്ഞത് അലല്ലാഹി ഫഹുവ ഹസ്ബുഹ് അവിടെ സീനിന് നല്ല സമയം കൊടുത്തിട്ട് നമ്മൾ ഉച്ചരിക്കുന്നത് അതുപോലെ ഹാഇന് നമ്മൾ സമയം കൊടുത്ത് തന്നെ ഉച്ചരിക്കുന്നത് ഹസ്ബുഹ് അപ്പോ ഏറെ സിസ്റ്റേഴ്സിനും ഈ ഹായില് നിർത്തുന്ന സമയത്ത് എന്തുകൊണ്ടാ ശബ്ദം കേൾക്കാത്തെ അവരത് സുക്കൂനാണെന്ന് അവരുടെ മനസ്സിൽ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് ട്രൈ ചെയ്യുന്നില്ല തീരെ പ്രാക്ടീസ് കുറയുമ്പോഴാണ് നമുക്ക് ഹായിന് സുക്കൂൻ കൊടുക്കാത്ത ഇവിടെ ചില ഹസ്ബു എന്ന് മാത്രം പറഞ്ഞു നിർത്തും ഹസ്ബു ചെറിയൊരു ഹാന്റെ സൗണ്ട് കൊടുക്കണ പോലെ ഹസ്ബു കണ്ടോ ഹസ്ബു അവിടെ കേൾക്കണം ഇന്നല്ലാഹ ബാലിഗു അംരി അവിടെ ഇൻ ബിറ്റ്വീൻ ടൈം ആണ് ഇവിടെ കൊടുക്കുക അംരി അവിടെ ഹാക്ക് നമ്മൾ സമയം കൊടുത്ത് ഉച്ചരിക്കണം അത് എന്ന് പറയുമ്പോ ദാലിന് കൽക്കല കൊടുക്കണം പെട്ടെന്ന് ഉച്ചരിക്കണം അത് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ ഷൈഇൻ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കലിമ അല്ലെ
അവിടെ യാല് നമ്മൾ സമയം കൊടുക്കും, ലീനാണ്, മയപ്പെടുത്തിയും കൂടി ഇവിടെ ഉച്ചരിക്കണു. അദ്റ അദ്റ. അവിടെ അത് എന്നതില് ദാലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുഴക്കത്തോടെയും പെട്ടെന്ന് ഉച്ചരിച്ചിട്ടും പറയണു അല്ലെ. അപ്പോ ഈ ആയത്തൊന്ന് നോക്കി നോക്കാം. ഈ ജീം ജീം കണ്ട സ്ഥലത്തൊക്കെ അലാമത്തുള്ളിടത്തൊക്കെ നമുക്ക് നിർത്താം അല്ലെ, സേവ് ആയിട്ട് നിർത്താൻ പറ്റും. ഓക്കെ. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ഒന്നുകൂടെ ഓതണോ? ഒരു തവണ ട്രൈ ചെയ്യാം അല്ലെ. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് ഇന്ന് കൂടുതൽ ഭാഗം കവർ ചെയ്തത് ഇപ്പുറത്തെ പേജിലാണ്, ഈ 3 ആയത്തുകളാണ്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, എല്ലാ സിസ്റ്റേഴ്സിനും എളുപ്പമായിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് റീസൈറ്റ് ചെയ്ത് നോക്കുക, സ്ലോലി റിസൈറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എല്ലാ ഹഫും നിലനിർത്തി പരിപൂർണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കലാം എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അതനുസരിച്ചിട്ടാണ് ഓരോ കാലഘട്ടത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് പോലും സഹാബത്ത് അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളിലായിട്ട് ഒരു കളവും അതിന്റെ മേൽ ഏൽക്കാത്ത രീതിയിൽ അല്ലെ, മുത്തവാത്തിരായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തത്, ഈ വിശുദ്ധ ഖുർആൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു കളങ്കം ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെ. അപ്പൊ അത് അത്രയും ഓരോ നമ്മൾ ഓരോ ഹറഫ് നമ്മൾ പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്, ഇത്ര പ്രതിഫലം നിങ്ങൾക്കുണ്ടെന്ന്. അൽഹംദുലില്ലാ. അത് റമളാൻ മാസം കൂടി ആവുമ്പോ എന്തോ ഒരു പുണ്യങ്ങളായിരിക്കും അല്ലെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ കുഞ്ഞു മക്കളൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഖുർആൻ റിസൈറ്റ് ചെയ്യുമ്പോൾ അവരെ ഈണത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അവരെ ഹർഫുകൾ ഉച്ചരിക്കുന്ന സമയത്ത് യഥാർത്ഥമായ രീതിയിലാണോ ഉച്ചരിക്കുന്നത് നോക്കുക. ചില പാരന്റ്സ് നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ്. ചില പാരന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾ റിസൈറ്റ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഖുർആൻ റിസൈറ്റ് ഇതൊക്കെ കേട്ടിട്ടായിരിക്കും അതുപോലെ അവർ ഫോളോ ചെയ്യും. പക്ഷെ എല്ലാം അവരുടെ ഹറഫുകൾ ശരിയാണോ, അവർ ഉച്ചരിക്കുന്നത് ശരിയായിട്ടുള്ള മഖ്റജിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കി കൊടുക്കാനും എന്ന് തിരുത്തി കൊടുക്കാനും ആ പാരന്റ്സിന് ചിലപ്പോൾ എൽമില്ലാത്തതിനാൽ ആ കുട്ടി അതേപോലെ പഠിച്ചു വെക്കും. എന്നിട്ട് എന്തായി, ഒരു ഭാവിയിൽ ആ അക്ഷരത്തിനെ ഹിഫ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അവരത് അതുപോലെ മനസ്സിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കും അല്ലെ, ഹിഫ് ചെയ്ത് വെച്ചു. പിന്നീട് അതിനെ കറക്റ്റ് ചെയ്യാൻ വലിയ പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇരുന്ന് ആര് തന്നെ ഭംഗിയായിട്ട് റിസൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ തജ്വീദ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഇൽമ് വേണമല്ലോ അല്ലെ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ശരിയായ ഇൽമ്, ശരിയായ സോഴ്സിൽ നിന്നുള്ള ഇൽമ് തന്നെ നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ മുഅല്ലിമമാർക്കും നമുക്ക് അറിവ് പകർന്നു തരുന്ന ഓരോ സിസ്റ്റേഴ്സിനും ഓരോ ആൾക്കാർക്കും നമ്മുടെ മുഅല്ലിമമാർക്കെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ആമീൻ. അതുപോലെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅല്ലിമീങ്ങൾക്ക് അല്ലെ, എല്ലാ മുഅല്ലിമമാർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ. നിങ്ങളും അതെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നിങ്ങളുടെ വീട്ടിലെ മുഅല്ലിമ ആവണ്ടേ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു മക്കളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. നമ്മളുടെ എല്ലാവർക്കും ഖുർആനിന്റെ ശരിയായ ഹഖ് നിലനിർത്തിയിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണ്ടേ അല്ലെ. അൽഹംദുലില്ലാ. അപ്പോ നൂറുൽ ഖുർആൻ അക്കാദമിയുടെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, നൂറുൽ ഖുർആൻ ഫാമിലി മെമ്പേഴ്സിന്റെ ആയിക്കോട്ടെ അല്ലാതെ നമ്മുടെ ഈ ഒരു അതിലേക്ക് വന്നു ചേർന്നിട്ടുള്ളവരും അൽഹംദുലില്ലാ വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളോട് ഉണർത്തുകയാണ്, നല്ല ഇൽമ് നിങ്ങൾ നേടുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അല്ലാഹു മാർഗദർശനമായിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പരിപൂർണമായ രീതിയിലുള്ള പാരായണം നമുക്ക് ഓരോരുത്തർക്കും കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലേക്ക് അത് ഇട്ട് തരുന്നതാണ്. നമ്മളത് ആഗ്രഹിക്കുന്ന പക്ഷം, നമ്മൾ ഓരോ ആൾക്കാരും അത് ആഗ്രഹിക്കുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ എളുപ്പം നൽകിക്കൊണ്ടേയിരിക്കും. ഒരുപാട് പ്രായമായവര് നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്, ഒരുപാട് ഏജ് ആയിട്ടുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട്. അവരൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടെ ഖുർആനിനെ അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അൽഹംദുലില്ലാ.
ഖുർആനാണ് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത പോലെ തന്നെ, റബ്ബ് പറഞ്ഞ പോലെ തന്നെ ഖുർആൻ ഷിഫയാണ്, ഖുർആനാണ് സമാധാനം. ഖുർആനിലൂടെ ഞങ്ങൾ എല്ലാതും ഇപ്പോ നേടിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ദുന്യവിയായിട്ടുള്ള പല വീഴ്ചകളും അല്ലെ, ദുന്യവിയായിട്ട് മറ്റുള്ളവർക്ക് പല എന്താ പറയാ കേടുപാടുകളും പല കുറവുകളും ഒക്കെ ചിലപ്പോ ഈ പറഞ്ഞ സിസ്റ്റേഴ്സിന്റെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ അവർ നേടിയെടുക്കുന്ന സ്ഥിരമായിട്ടുള്ള സമാധാനം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അല്ലെ. റബ്ബ് കൊടുക്കുന്നതാണ്. ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിലോട്ട് ആ സമാധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോ എല്ലാ പ്രിയ സഹോദരിമാരും അതിന്റെ ആഴം മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിലെ എല്ലാ ഇൽമും നേടിയെടുക്കാൻ തയ്യാറാവണം. അള്ളാഹു നാളെ തീർച്ചയായിട്ടും നമ്മളുടെ സമയം ചെലവഴിച്ചതിനെ കുറിച്ചിട്ടുള്ള ചോദ്യം അല്ലെ നമ്മളോട് ചോദിക്കുന്നതാണെന്ന് നേരത്തെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി അറിയുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് നേടിയെടുക്കാൻ വേണ്ടി ഓരോ സിസ്റ്റേഴ്സും ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ റെക്കോർഡിംഗ്സ് ഒന്നുകൂടി കേൾക്കാം. اوكي الحمد لله. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله. الحمد لله. السلام عليكم ورحمة الله وبركاته.